Okay, friends, incomplete records അല്ലെങ്കിൽ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലുള്ള ഒരു പ്രോബ്ലം ആണ്. നമുക്ക് ചെക്ക് ചെയ്യാം. മോഹൻ കീപ്സ് ഹിസ് ബുക്സ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ ഫൈൻഡ് ഔട്ട് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ എൻഡിങ് 31st March 2018. നമുക്കറിയാം പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നോർമലി പ്രോഫിറ്റ് നമ്മൾ സാധാരണ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബൈ പ്രിപ്പയറിംഗ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ്. ബട്ട് ഇൻ കേസ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക, എന്തൊക്കെ ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ചെക്ക് ചെയ്യാം. ക്യാപിറ്റൽ ഓൺ 1/4/2017 നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. Then capital on 1/4/2018 means closing capital തന്നിട്ടുണ്ട്. മറ്റൊരു അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ് 7000 രൂപ. പിന്നെ വന്നിരിക്കുന്നത് അഡീഷണൽ ക്യാപിറ്റൽ, അയാൾ ബിസിനസ്സിലേക്ക് വീണ്ടും ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട് 20,000 രൂപ. ഡ്രോയിങ്സ് ഡ്യൂറിംഗ് ദി ഇയർ 10,000 രൂപ. വ്യക്തിപരമായ ആവശ്യത്തിന് അയാൾ 10,000 രൂപ പിൻവലിച്ചിട്ടുണ്ട്. ദെൻ പ്രീപെയ്ഡ് സാലറി മറ്റൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. പ്രീപെയ്ഡ് സാലറി 4,200 വന്നിട്ടുണ്ട്. കമ്മീഷൻ അക്രൂഡ് 4,500. ഇത്രയും ഇൻഫർമേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആണ് വരയ്ക്കേണ്ടത്. നമ്മൾ അത് ആൻസറിലേക്ക് പോകാം. ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അവൈലബിൾ ആണ്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മൾ ഇതിൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ആണ്, അല്ലെങ്കിൽ ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കും. ഓക്കെ, ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് 1,45,000. നമ്മളത് ഇൻസേർട്ട് ചെയ്തു. 1,45,000 നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ദെൻ ഇനി നമ്മൾ ചെയ്യുന്നത് നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോകുന്നു. ഇനി നമ്മൾ എടുക്കുന്നത് ഇതിൽ അഡീഷണൽ ക്യാപിറ്റൽ. അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ട് 20,000 rupees. നമുക്കറിയാം അഡീഷണൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ്സിലേക്ക് ഓണർ അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്ന ക്യാപിറ്റലാണ്. അതിന് പ്രോഫിറ്റിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. ആ ഇൻഫ്ലുവൻസ് നമുക്ക് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. സാധാരണ നമ്മൾ ഓരോന്നിനും നൽകുന്ന ട്രീറ്റ്മെന്റ് എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മളിവിടെ നൽകാറുള്ളത്. അഡീഷണൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നോർമലി നമ്മൾ ആഡ് ചെയ്യുന്ന ഐറ്റമാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ലെസ് ചെയ്യണം. അഡീഷണൽ ക്യാപിറ്റൽ ലെസ് അഡീഷണൽ ക്യാപിറ്റൽ എമൗണ്ട് 20,000 ആയിരുന്നു അല്ലേ. അഡീഷണൽ ക്യാപിറ്റൽ 20,000. ഓക്കെ, ഇത് ലെസ് ചെയ്യേണ്ട എമൗണ്ട്. ഞാനിങ്ങനെ ബ്രാക്കറ്റ് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം നമ്മൾ ഇതിൽ നിന്ന് ലെസ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ട്. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ദെൻ ഡ്രോയിങ്സ്. നെക്സ്റ്റ് ആയിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് ഡ്രോയിങ്സ് ആണ്. എത്രയാണ് ഡ്രോയിങ്സ് ഉള്ളത്? 10,000 ആണ്. 10,000 ഡ്രോയിങ്സ് ഉണ്ട്. ഞാനിവിടെ ഡ്രോയിങ്സ് എന്ന് എഴുതി. 10,000 ആണ്. ഇത് നമ്മളെ മുന്നിൽ ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നോർമലി നമ്മൾ ഡ്രോയിങ്സ് ക്യാപിറ്റൽ നിന്ന് ലെസ് ചെയ്യുന്ന ഐറ്റമാണ്. ലെസ് ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ ഇമ്പാക്റ്റ് പ്രോഫിറ്റിൽ ഉണ്ടാവും. നമുക്കത് റിമൂവ് ചെയ്യണം. അതുകൊണ്ട് സാധാരണ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഓപ്പോസിറ്റ് ചെയ്യണം. ലെസ് ചെയ്യുന്ന ഐറ്റമാണ്, അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ആഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇതിനെന്ത് ചെയ്തില്ല, ബ്രാക്കറ്റ് ചെയ്തില്ല. ഇത് ആഡ് ചെയ്യാനുള്ള എമൗണ്ട് ആണ്. നമുക്ക് അടുത്ത ഐറ്റം നോക്കാം. പ്രീപെയ്ഡ് സാലറി ഉണ്ട്, കമ്മീഷൻ ഉണ്ട്, റെന്റ് ഉണ്ട്. ഇത് ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. ഈ പറയുന്ന ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് സാലറി, കമ്മീഷൻ അക്രൂഡ്, ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ട്രീറ്റ് ചെയ്യണം. ആദ്യം നമ്മൾ
അഡീഷണൽ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതുപോലെയുള്ള കാര്യങ്ങളാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഞാൻ എന്ത് ചെയ്യാണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകണം. ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്തിട്ടാണ് സാധാരണ നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കാറ്. സോ ഇതെന്ത് ചെയ്യണം, ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ ലെസ് ചെയ്യണം. ഓക്കെ, ലെസ് ക്യാപിറ്റൽ അറ്റ് ലെസ് ക്യാപിറ്റൽ at the beginning എത്രയായിരുന്നു എമൗണ്ട് നമുക്ക് നോക്കാം. ഇറ്റ് വാസ് 95. ഓക്കെ, 95,000 എന്ത് ചെയ്യാനുള്ള ഐറ്റമാണ്, ലെസ് ചെയ്യാനുള്ള ഐറ്റമാണ്. അതുകൊണ്ട് ഞാൻ ബ്രാക്കറ്റ് ചെയ്തു. അപ്പോൾ 1,45,000 നിന്ന് 20,000 കുറയ്ക്കുക, ദെൻ 95,000 കുറയ്ക്കുക, ദെൻ അതിനോട് 10,000 ആഡ് ചെയ്യുക. ഓക്കെ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ you will get gross profit. Okay, you will get gross profit. Okay. അല്ലെങ്കിൽ പ്രോഫിറ്റ് സബ്ജക്റ്റ് ടു അഡ്ജസ്റ്റ്മെന്റ് ഒന്നും പറയാറുണ്ട്. that is 40,000. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇനി ട്രീറ്റ് ചെയ്യാൻ പോകുന്ന ഐറ്റങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനോട് ആഡ് ചെയ്യണോ, ഇതിനോട് ലെസ് ചെയ്യണോ എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, നോക്കാം. ഇത് പല രീതിയിൽ ചെയ്യാറുണ്ട്. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് 7,000 രൂപയുണ്ട് എന്ന് പറയും അല്ലേ. ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് 7,000 രൂപയുണ്ട്. നമുക്കറിയാം ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് എന്ന് പറയുന്നത് നോർമലി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്ന ഐറ്റം അല്ലേ. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്ന ഐറ്റമാണ്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ആ ഐറ്റം ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റിന്റെ അളവ് കുറയുന്ന ഐറ്റമാണ്. സോ ഗ്രോസ് പ്രോഫിറ്റിന്റെ അളവ് എന്ത് ചെയ്യണം, കുറയണം. അതുകൊണ്ട് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് റെന്റ്. ഓക്കെ, എമൗണ്ട് വരുന്നത് ഓക്കെ ഇറ്റ് വാസ് 7,000. ഓക്കെ, 7,000 ലെസ് ചെയ്യേണ്ട ഐറ്റമാണ്. ഞാൻ ഇതിനെ ബ്രാക്കറ്റ് പല രീതിയിൽ നമുക്കിതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ പറയുന്ന ഒരു മെത്തേഡ് ഈ ഒരു രീതിയിലാണ്. ഓക്കെ, ദെൻ അടുത്ത അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ, ദാറ്റ് ഈസ് പ്രീപെയ്ഡ് സാലറി എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ, ഓക്കെ, ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്ന ഐറ്റമാണ്. സാലറിയിൽ നിന്ന് ലെസ് ചെയ്യുന്ന ഐറ്റമാണ് എന്ത്, പ്രീപെയ്ഡ്. സാലറിയിൽ നിന്ന് ലെസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസിന്റെ അളവ് കുറയാണെന്ന് അർത്ഥം. സാലറിയിൽ നിന്ന് ലെസ് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ്പെൻസിന്റെ അളവ് എന്ത് ചെയ്യാണ്, ലെസ് ചെയ്യാണ്. എക്സ്പെൻസിന്റെ അളവ് ലെസ് ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് എന്ത് ചെയ്യും, പ്രോഫിറ്റ് കൂടുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് പ്രീപെയ്ഡിന് നമുക്ക് എന്ത് ചെയ്യണം, ഗ്രോസ് പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, പ്രീപെയ്ഡ് സാലറി. ഓക്കെ, പ്രീപെയ്ഡ് സാലറി ദാറ്റ് ഈസ് 4,200. സെപ്പറേറ്റ് ഈ കോളത്തിലേക്ക് മാറ്റി നെറ്റ് എഫക്റ്റ് ഇങ്ങോട്ട് പോകുന്ന മെത്തേഡും ഉണ്ട്. ഞാൻ ഡയറക്റ്റ് ആയിട്ട് എഴുതിയെന്നുള്ളൂ. ഓക്കെ, ദെൻ അടുത്ത ഐറ്റം നമുക്ക് നോക്കാം. നെക്സ്റ്റ് കമ്മീഷൻ അക്രൂഡ്. പ്രീപെയ്ഡ് സാലറി ഞാൻ എമൗണ്ട് 4,200 ഓക്കെ, 4,200 ഓക്കെ എഴുതിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് കമ്മീഷൻ അക്രൂഡ് 4,500. കമ്മീഷൻ അക്രൂഡ് എന്ന് പറയുന്നത് നോർമലി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്ന ഐറ്റമാണ്. കമ്മീഷൻ അക്രൂഡ് ക്രെഡിറ്റ് സൈഡ് കാണിക്കുന്ന ഐറ്റമാണ്. അപ്പം ക്രെഡിറ്റ് സൈഡിൽ ഒരു ഇൻകം വരുന്ന സമയത്ത് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പ്രോഫിറ്റ് എന്താ ചെയ്യുക, ഇൻക്രീസ് ചെയ്യണം. എന്ത് ചെയ്യണം, കൂടണമെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ഇതിനെ ആഡ് ചെയ്യണം. ഓക്കെ, കമ്മീഷൻ. ഓക്കെ, കമ്മീഷൻ അക്രൂഡ് എമൗണ്ട് വരുന്നത് 4,500 4,500. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഡിഫറൻസ് ഇതിനോട് അഗ്രിഗേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. 40,000 നിന്ന് നമ്മൾ 7,000 ലെസ് ചെയ്യണം. അതിനോട് ഈ രണ്ട് എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 41,700 41,700. ദിസ് ഈസ് നെറ്റ് പ്രോഫിറ്റ് അണ്ടർ ദീസ് സിറ്റുവേഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് റിയൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. പ്രോഫിറ്റ്
കൂട്ടുന്ന ഒരു ഐറ്റമാണോ നിങ്ങളിവിടെ ആഡ് ചെയ്യണം, അല്ല അത് പ്രോഫിറ്റ് കുറയുന്ന ഒരു ഐറ്റമാണോ നിങ്ങളിവിടെ ലെസ് ചെയ്യണം. നോക്കേണ്ടത് അത് എക്സ്പെൻസ് സൈഡിൽ വരുന്ന ഐറ്റമാണോ ഇൻകം സൈഡിൽ വരുന്ന ഐറ്റമാണോ. ആ കാര്യം, ആ ഒരു ലോജിക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.